അപ്പോൾ ടീച്ചർ വെരിക്കോസ് വെയിനിന് മരുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ ഉള്ള ലേഹ്യം വേണമെങ്കിൽ ഉണ്ടാക്കി തരും. അതുപോലെ മറ്റൊരു വലിയ രോഗാവസ്ഥയെ ഭേദപ്പെടുത്തുന്നുണ്ട്, പൈൽസ്. പൈൽസിനുള്ള മരുന്നുണ്ടാക്കി കൊടുക്കും അല്ലേ? ഒരെണ്ണയാണ് അതുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി തേച്ചവരുടെ എല്ലാം തീർത്തും പോയിട്ടുണ്ട്. തീർത്തും കുറച്ച് അധികം ദിവസം തേക്കേണ്ടി വരുമോ ടീച്ചറെ? അത് പിന്നെ കൃത്യം ദിവസം പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ആൾക്കാർ തേച്ചേച്ചിട്ട് വന്ന് ഇപ്പൊ ഈ അടുത്ത നാളിൽ 1 മാസത്തിനുള്ളിൽ ഒരാൾക്ക് കൊടുത്തു. അത് കുറേ നാളായിട്ടുള്ളതാന്നാ പറഞ്ഞ. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോ എന്റേത് പോയി. ഞാൻ ദൈവമേ, പഴകിയ പൈൽസ് 3 ദിവസം 5 ദിവസം ഒരാഴ്ച കൊണ്ടൊക്കെ മാറുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ആദ്യമായിട്ടായി 3 ദിവസം എന്നുള്ളത് ഈ ഇടയ്ക്ക് കേട്ടതാണ്. അപ്പൊ ഇത് ഈ പൈൽസിന്റെ മരുന്നും വെരിക്കോസ് പോലെ തന്നെ പുറമേക്ക് അപ്ലൈ ചെയ്യുന്നതല്ലേ? അതെ അതെ, പുറമേ മാത്രം മതി. പുറമേ മാത്രമേ ഉള്ളൂ. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ആർക്ക് വേണേലും ഉപയോഗിക്കാം. ഉപയോഗിച്ചവരുടെ എല്ലാം പോയിട്ടുമുണ്ട്. ആരും പോയില്ല എന്ന് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. പൈൽസ് എന്നൊക്കെ പറഞ്ഞാൽ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഒത്തിരി പേര് വാങ്ങിച്ചിങ്ങനെ പുറത്തോട്ട് പോകുന്നവർക്കൊക്കെ കൊടുത്തു വിടുകയും അയക്കുകയും ചെയ്യുന്നുണ്ട്. വാങ്ങിച്ചിട്ട് അത് ഞാൻ അയച്ചു കൊടുത്തില്ല. ആരെങ്കിലും ബന്ധുക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പുറത്തോട്ട് അയക്കാനാ അല്ലെ കൊടുത്തു വിടാനാ. ഇങ്ങനെ ടീച്ചർ വേണമെങ്കിലും ഡയറക്റ്റ് വേണമെങ്കിലും അയച്ചു കൊടുക്കും. അഡ്രസ് ഒക്കെ തന്നാൽ അയച്ചു കൊടുക്കും. വെരിക്കോസ് വേണ്ടിയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ചെറുപുഴ DTDC കൊണ്ടുപോയിട്ട് കൊറിയർ അയക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, കേരളത്തിന് വെളിയിലോട്ടൊക്കെ. അപ്പൊ ഇനിയും പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് ടീച്ചറിനെ തേടി വരട്ടെ, വിളിക്കട്ടെ. അടുത്തുള്ളവർക്കാണെങ്കിൽ വരാലോ, വിളിക്കട്ടെ. ടീച്ചർ വീണ്ടും മരുന്നുണ്ടാക്കുക, കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പം അത് അപ്ലൈ ചെയ്യേണ്ട വിധവും പാലിക്കേണ്ട പഥ്യവും ക്രമമൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കും. ഇല്ലേ? അന്നേരം പറഞ്ഞു കൊടുക്കാം. ഓക്കെ.